കണ്ണൂരിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കി. ഷാർജ, മസ്കറ്റ്, അബുദാബി സർവീസുകളാണ് റദ്ദാക്കിയത്. ഇതേ തുടർന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ യാത്രക്കാരിൽ പ്രതിഷേധം ഉയർന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ 3 വിമാനങ്ങൾ റദ്ദാക്കി. പകരം സംവിധാനം ഏർപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ച് യാത്രികരിൽ ചിലർ പ്രതിഷേധിച്ചു. യാത്രക്കാരെല്ലാം ചെക്ക് ഇൻ നടത്താനായി എത്തിയതിനു ശേഷമാണ് ജീവനക്കാരുടെ സമരം മൂലം വിമാനം റദ്ദാക്കിയതെന്ന് അധികൃതർ അറിയിച്ചത്. നമ്മൾ ഇപ്പോൾ കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസിൽ മാത്രമല്ല, നമ്മൾ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ എല്ലാ ഫ്ലൈറ്റും നമ്മളെ ക്യാബിൻ ക്രൂസ് പെട്ടെന്ന് ഉണ്ടായ ഒരു സ്ട്രൈക്കിലേക്ക് പോയത് കൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്നതിന്റെ ഇന്ന് അതായത് നമ്മളിപ്പോ 12 മണിക്ക് ശേഷം, അതായത് ഒരു 3-4 മണിക്കൂർ മുന്നേ അവരെ ഡ്യൂട്ടി ടൈം തുടങ്ങുന്ന ആ സമയങ്ങളിലാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാരണത്താൽ ഇവിടെ റിപ്പോർട്ട് ചെയ്തത്. ഈ അവർ സ്ട്രൈക്ക് എന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നിയമവശമായ ഒരു കമ്പനിക്ക് 1-2 ദിവസം മുന്നേ എന്ത് ചെയ്യണം, നോട്ടീസ് കൊടുത്തിട്ടാണ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ പോവുക. അപ്പൊ പാസഞ്ചർ നമുക്ക് വെൽ ഇൻ അഡ്വാൻസ് ഇൻഫോം ചെയ്യാം. ഇതൊന്നും ചെയ്യാതെ അവർ ഡ്യൂട്ടിക്ക് വരാതെ, അതായത് അസുഖമാണെന്നുള്ള കാരണത്താൽ സിക്ക് റിപ്പോർട്ട് ചെയ്തിട്ട് ഇവിടെ എയർപോർട്ടിൽ വരാത്തൊരു സിറ്റുവേഷനാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇപ്പം ഇന്നത്തെ രാവിലത്തെ ഷാർജ മുതലുള്ള എല്ലാ ഫ്ലൈറ്റുകളും ക്യാൻസലായി തുടങ്ങി. ഇപ്പൊ 1 by 1 ക്യാൻസലായി തുടങ്ങിയിട്ട് അത് ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളിലും എല്ലാ ഇതും എന്ത് ചെയ്യുന്നുണ്ട്, എഫക്ട് ആയിട്ടുണ്ട്. അതിനുള്ള ഇപ്പം ഇതായിട്ടും ചെയ്തു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഇവിടുന്ന് മാക്സിമം കമ്പനികളിലേക്ക്, അതായത് പല ആൾക്കാർക്കും ജോലി സംബന്ധമായ പല പ്രശ്നങ്ങളും ഉണ്ടെന്നുള്ള എനിക്കറിയാം. ഇപ്പൊ ഞാനും നിങ്ങളെപ്പോൾ തന്നെ ഒരാളെ ഈ കമ്പനി എന്താണ് പറയുന്നതാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പൊ കമ്പനികൾ സബ്മിറ്റ് ചെയ്യേണ്ട ഡിലേ സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്യാം. അതല്ല, അടുത്ത ദിവസങ്ങളിലേക്കുള്ള എല്ലാ ഫ്ലൈറ്റ്സിലേക്കും നമ്മൾ എന്ത് ചെയ്യാം, റീഷെഡ്യൂൾ ചെയ്യുന്ന നിങ്ങൾ ഇപ്പൊ തന്നെ നമ്മുടെ ഇവിടെ ഓൾറെഡി അവർ എടുത്തു തുടങ്ങിയിട്ടുണ്ട് ലിസ്റ്റ്. അത് നിങ്ങളെ PNR നമ്പർ, കോൺടാക്ട് നമ്പറും കാര്യങ്ങൾ എഴുതിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ക്യാൻസലേഷൻ ചെയ്ത് ആർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് അതർ എയർലൈൻ എടുക്കണമെങ്കിൽ അതിന്റെ ഫുൾ റീഫണ്ട് നമ്മൾ തരുന്നുണ്ട്. പുലർച്ചെ 4:25 ഷാർജയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനവും 6:45 മസ്കറ്റിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനവും 9:20 അബുദാബിയിലേക്ക് പുറപ്പെടേണ്ടിയിരുന്ന വിമാനവും കണ്ണൂരിൽ നിന്ന് റദ്ദാക്കി. ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണൂർ ദുബായിയും റദ്ദാക്കി. വിമാനത്താവളത്തിലെത്തിയ 100 കണക്കിന് യാത്രക്കാരാണ് ബുദ്ധിമുട്ടിലായത്.